ആകെ പൊന്തയും കാടും കൂടെ നിറഞ്ഞു. ഉമ്മ എന്തേ? ഞാൻ അസ്മന്റെ അടുത്തേക്കൊന്ന് പോട്ടെ, ഓള് ചെല്ലാൻ പറഞ്ഞു നിന്നോട്. എനിക്ക് 2 ദിവസം എന്റെ ക്ലാസ് ഒഴിവാകുമ്പോ ഇങ്ങനെ തെണ്ടി നടന്ന് 4 പേരട്ടോ. ഈ പേരന്റെ ഉള്ളിൽ എന്തെല്ലാം ഒരു പണികളുണ്ട് എന്നറിയാം. എനിക്ക് നോമ്പാണ് വരുന്നത്, ഒന്ന് അടിച്ചു കളിച്ചൊന്ന് നേരാക്കതിന്റെ ഉള്ളൊക്കെ. ആകെ 2 ദിവസം അല്ലമ്മ ലീവ് ഉള്ളു. എന്നിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ പണികൾ എടുക്ക. ഞാൻ രണ്ടാളും കൂടി ഒന്ന് വർത്താനം പറയാനാണേ. ഞാൻ വരണ്ട്. എന്നോടൊന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇജ്ജ് എന്താച്ച കാട്ടൂട്. പെണ്ണ് 2 ദിവസം ഒരു ലീവ് കിട്ടുമ്പോത്തിന് പെണ്ണ് പോയി. അതിനനുസരിച്ചിട്ട് ഒരു കൂട്ടുകാരത്തി ഉണ്ടോ? ഓമ്മക്കാണെങ്കി ഇതൊന്നും ഇഷ്ടല്ലാത്ത കാര്യം. കുട്ടിനോട് എത്ര പറഞ്ഞാലും കുട്ടിയിട്ട് കേൾക്കൂല. ഇതൊക്കെ കൂടെ എന്ന് വെട്ടി തീരാനാണോ? അസ്ന, അസ്ന. സാജി വിളിക്കണ്ടോ? സാജിയെ വായ കേറ്. ഇല്ലടി കേറുന്നില്ല. എനിക്ക് അവിടെ കുറച്ച് പണികളുണ്ടടി. ഇമ്മ പറഞ്ഞേ പണികൾ എടുക്കണമെന്ന്. കജും കാലം പിടിച്ചിങ്ങാണ്ട് വന്നതാ പെണ്ണെ. എടി ഉച്ചക്ക് നല്ല പടം ഉണ്ടടി, നമുക്ക് കാണാൻ ഇങ്ങോട്ട് വായോ. സിനിമ കാണാനോ? ഞാൻ അല്ലടി. ഈ ഇമ്മനെ 2 ദിവസം ലീവ് ഉണ്ടാകുമ്പോത്തിന് പേരന്റെ ഉള്ളത്തെ പണികൾ എടുക്കാൻ പറയും. പിന്നെ ഇപ്പൊ സിനിമ കാണാൻ വീട് തന്നെ. ഞാൻ അല്ല, അതൊന്നും പറഞ്ഞാ പറ്റൂല. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വയ്യടി. പിന്നെ നല്ല സിനിമയാണ് ഏഷ്യാനെറ്റില്. ഇത് ഇങ്ങോട്ട് വായോ, നമുക്ക് 2 കൂടി ഒരുമിച്ച് ഇരിക്കാം. ജിമ്മാനോട് പറഞ്ഞിട്ട് വായോ. ഞാൻ ഉമ്മാനോട് ചോദിച്ചോക്കട്ടെ. ചോദിച്ച് സമ്മതിക്കാണെങ്കി വരാം. അല്ലടി ഇത് ഏതാ ഡ്രസ്സ്? നല്ല രസമുണ്ടല്ലോ. ഇത് ഇപ്പാന്റെ കൂട്ടുകാരെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ കൂടുന്നതേന്ന്. രസമുണ്ട് അല്ലേ? അല്ല എനക്ക് വേണം ഇടാന്. ഞാൻ വെറുതെ ചോദിച്ചാടി. എനിക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുണ്ട്, ഞാൻ തരണ്ടി. എന്നുവെച്ച് പോയി ഉമ്മാട് ചോദിച്ചിട്ട് വാ. ഞാൻ ഉമ്മാട് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. വാതില് തുറന്നിടഞ്ഞോള് വരുമ്പോ കേറിയെന്നു. ഉമ്മ, ഉമ്മ. എന്താടി എനക്ക്? ഇജ്ജ് എന്തിനെങ്ങനെ വിളിച്ചാർക്കണത്? ഞാൻ അവിടെ അപ്പുറത്തെ ഒരു പണിയില്ല. എനക്ക് അപ്പുറത്തേക്ക് ഒന്ന് വന്നൂടെ? ഞാൻ അസ്മന്റെ പെരയില് ഒന്ന് TV കാണാൻ പോട്ടെ. നല്ല പടം ഉണ്ട് അത്ര. സിനിമ കാണാനൊന്നും പോവൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാ മതി. നമുക്ക് ഇനി പരീക്ഷ ഒക്കെയാണ് വരുന്നത്. ഒന്ന് പുസ്തകം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യേ. എന്തമ്മ, ഓള് വിളിച്ചിട്ടല്ലേ ഞാൻ പോണത്. ഞാൻ ഇല്ലാന്നൊക്കെ ഓളോട് ആദ്യം പറഞ്ഞു, പക്ഷെ ഓള് സമ്മതിക്കണില്ലേ. ഞാൻ പോയിങ്ങാണ്ട് വേഗം വരും. നമുക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ. അവിടെ പോണ്ടോ. അമ്മക്ക് അതൊന്നും ഇഷ്ടല്ല. നമ്മൾ ഈ ചെല്ലണോ തീരെ പറഞ്ഞാ മനസ്സിലാവൂല. ഇമ്മ എന്താ അമ്മ, ഓള് വിളിച്ചതുകൊണ്ടല്ലേ പോണത്. പിന്നെ എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരത്തിയല്ലേ ഓള്. നിങ്ങൾ എന്താ ഇങ്ങനെ? പൊയ്ക്കോ. വല്ലാതെ ഔത്തൊന്നും ഇരിക്കൊന്നും വേണ്ട, പുറത്തെവിടെയെങ്കിലൊക്കെ ഇരുന്നാ മതി. ഞാൻ വിളിക്കുമ്പോ ഇങ്ങോട്ട് വരണട്ടാ. ഞാൻ പോയി. പാവാണ്, അതിനെ പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല. ഇനിയിപ്പോ മുണ്ടാനും പറയാനൊന്നും ഇപ്പൊ ആരും ഇല്ലല്ലോ. ആകെ ഉള്ളത് ഓളല്ലേ. അമ്മക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരാണ്ട് കേറണവും കൂടിയും പറ്റൂല. ഓളൊക്കെ വലിയ പൈസക്കാരല്ലേ. എന്റെ കുട്ടിക്ക് അന്നും ഇന്നും ഒരേ അനുഭവമാണ്. എന്നും കഷ്ടപ്പാടന്നെ. എന്നാ പഠിച്ചോനെ ഇതൊക്കെ തീരെ.
ഹസ്ന ആ ഇരിക്കടി. സിനിമ തുടങ്ങാനായിട്ടില്ല, ഇപ്പൊ തുടങ്ങും. നമുക്ക് അതുവരെ കുറച്ചേരം വർത്താനം പറഞ്ഞിട്ടിരിക്കാം. എന്താണ്? ഒന്നുമില്ലമ്മ, ഞങ്ങളെ ഉച്ചക്കൊരു സിനിമ ഉണ്ട്, അപ്പൊ അത് കാണാച്ചിട്ട് വന്നിരുന്നതാണ്. ഞാൻ ഓളെ അതിന് വിളിച്ചെത്തിയതാ. ടി വി ഒന്നും വെക്കൊന്നും വേണ്ട. കഴിഞ്ഞ മാസം തന്നെ എത്ര ഒരു കറണ്ട് ബില്ലാ വന്നിക്കണെന്ന് അറിയാം എനിക്ക്. അന്റെ ഇപ്പൊ വിളിച്ചിട്ട് ഇന്ന് ചീത്ത അറിയണുണ്ട്. ഇങ്ങനത്തെ ഓരോരോ സ്വഭാവം കാട്ടിട്ട് തന്നെയാണ് ഈ കറണ്ട് ബില്ലൊക്കെ കൂടുന്നത്. ടി വി ഒക്കെ ഒന്നും വേണ്ട, എന്തേലും പുസ്തകം എന്തേലും എടുത്തിട്ട് പഠിച്ചുകൂടി ഇരുന്നിട്ട്. പരീക്ഷയാണ് വരുന്നത്. എന്തെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം സിനിമ ഒന്നും കാണാൻ സമ്മതിക്കൂല. നേരുള്ള ദിവസം അല്ലേ ഇതൊക്കെ ഒന്ന് കാണുള്ളൂ. ഞാൻ കാണും. ഞാൻ പറയുന്നത് അത് കേട്ടാ മതി. ഇവിടെ അന്നാക്കാൻ എന്നോട് ഒരു കാര്യം പറയാണ്ട്. ഇങ്ങോട്ട് വാ. ഇതൊന്നും കാര്യാക്കൊന്നും വേണ്ട, ഇവിടെ സ്ഥിരം ഉള്ളതാ. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ എമ്മാന്റെ അടുത്ത് പോയിട്ട് വരാം. പെണ്ണിനോട് എത്ര പറഞ്ഞാലും പെണ്ണ് കേൾക്കൂല. ഇങ്ങോട്ട് കേറ്റരുത് കേറ്റരുത് പറഞ്ഞാല്. എന്തമ്മ അന്നോട് ആരാടി ഓളങ്ങോട്ട് കേറ്റാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല ഓളങ്ങോട്ട് കേറ്റരുത് എന്ന്. തിരുമ്പൂല്ല, കുളിച്ചൂല്ല, ഒരു വൃത്തിയും വെടുപ്പും ഇല്ല, ഒരു നല്ലൊരു കൂട്ട് ഡ്രസ്സും കൂടി ഇല്ല. നമ്മളെ കുടുംബങ്ങൾ ആരെങ്കിലും കണ്ടുകാണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അതിന് മോശം നിക്കാണ്. അനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ പറയുന്നത് മര്യാദക്ക് കേട്ട് നിൽക്കാൻ എനിക്ക് നല്ലത്. അനക്ക് വർത്താനം പറയുന്നുണ്ട്, ഞാൻ പുറത്തേക്കാണ് പോയിങ്ങാണ്ടാണ് വർത്താനം പറഞ്ഞു. ഇതിന്റെ ഉള്ളിൽ കേറ്റാൻ ഞാൻ അയക്കൂല. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പതുക്കെ പറയാ, പെണ്ണ് കേക്കും. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹിച്ചാൽ മതി. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കട്ടെ. എനിക്ക് പഠിക്കാനുമില്ല, ഒന്നുമില്ല. എനിക്ക് പരീക്ഷ എന്നുള്ള ബോധം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഉണ്ടോ? ഓളഞ്ഞ് മേലിൽ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ടു. എനിക്ക് പിന്നെ ഗതിയില്ല. വെച്ചുണ്ടാക്കുന്നിടത്തൊക്കെ ചിലപ്പോ കൊതി ഒതുങ്ങാണ്ട് നിൽക്കും. എനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. നമ്മളോട് നല്ല 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 ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓളോട് പറഞ്ഞാൽ എന്നും ഒരു കഞ്ഞിയും പയറും ഉണ്ടാവുള്ളൂ. അതൊക്കെ ആലോചിച്ച് നിന്നോണ്ട് വല്ല അസുഖം വരും അനക്ക്. ഓളൊക്കെ നോക്കി നിന്ന് വള്ളാർക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ അത് മനസ്സിലാവൂല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പെണ്ണിനോട്. ഓള് പോയ പാവ ഇമ്മ പറഞ്ഞൊക്കെ ഓള് കേട്ടിട്ടുണ്ടാവും. ഇമ്മ, ഇമ്മ. എന്താടി ഇത് വരുന്നേ? അവിടെ വരി. എന്താണ് ഈ വിളിച്ചിങ്ങനെ അലർന്നത്? ഓള് പോയില്ലേ? ഇപ്പൊ നിങ്ങള് പറഞ്ഞൊക്കെ ഓള് കേട്ടില്ലേ? ഓള് പോയെങ്കിൽ നന്നായി. ഓള് കേൾപ്പിച്ചിട്ട് ഇപ്പൊ എന്താ? ഇങ്ങക്കൊന്നും ഉണ്ടാവൂല. പിന്നെ നമ്മളെ ഇപ്പൊ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കിയിരിക്കണെന്ന്. ഇപ്പോഴാണ് ഒരു മുതലൊക്കെ ഉണ്ടായിക്കണെന്ന്. അപ്പൊ നിങ്ങൾ അഹങ്കരിക്കരുത്. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കൊക്കെ വേണം. അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ. ഇപ്പത്തെ കാര്യം നോക്കി ജീവിക്കുക. നമ്മളിപ്പൊ എങ്ങനെയാണ്? നല്ല രീതിയിലല്ലേ. പണ്ട് കഞ്ഞിയും പയറൊക്കെ കുടിച്ചിട്ടൊക്കെ കാര്യം നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോഴേ എന്റെ ഉപ്പാക്ക് നല്ലൊരു ജോലി ഉണ്ട്, എല്ലേതും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കണത്. അതിനനുസരിച്ചുള്ള ആൾക്കാർ മാത്രം നമ്മളെ പേരന്റെ ഉള്ളിൽ കയറിയാൽ മതി. നിങ്ങക്ക് ഇപ്പൊ ഇങ്ങോട്ട് ഉണ്ടായതല്ലേ ഈ മുതലൊക്കെ. നന്നായിട്ട് നീ എന്ത് തെറ്റ് ചെയ്തിട്ടമ്മ നിങ്ങൾ ഈ വർത്താനൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞത്? ഞാൻ അപ്പൊ ഒന്നും ഉണ്ടായിരുന്നതോട് പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ കണ്ടില്ല, ഓള് പോയില്ലേ? എനിക്ക് ആകെ ഉള്ളൊരു കൂട്ടുകാരത്തി എന്ന് പറയാൻ ഓള് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് അതിന്റെ ഒന്നും വില നിങ്ങൾക്ക് മനസ്സിലാവൂല. ആ പാവങ്ങൾക്ക് ഇപ്പൊ പോലും ഇല്ല അമ്മ. അതിന് എത്ര കഷ്ടപ്പെട്ടിട്ട് ആ കുടുംബം നോക്കണെന്ന് അറിയാം നിങ്ങൾക്ക്.
നിങ്ങൾക്ക് ഇപ്പൊ നയിച്ചിട്ടേ നിങ്ങൾക്ക് പൈസ ഒക്കെ കൊടുന്നു തന്നിട്ടുള്ള അഹങ്കാരാണ് നിങ്ങൾക്ക്, വേറെ ഒന്നുമല്ല. ഐറ്റങ്ങള് ഉള്ളത് നുള്ളി പെറുക്കിട്ടാ ജീവിക്കണത്. നമ്മൾ അയൽവാസിയോട് വേണ്ടമ്മ ഓൽക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്. നിങ്ങളിതൊന്നും പഠിച്ചിട്ടൊന്നുമില്ലേ? എവിടുന്ന് പൈസയുടെ അഹങ്കാരം തലക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നും അറിയില്ല. ഇനി ഓൾ എന്നോട് മുണ്ടാതിരിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരണ്ടി. എന്താ കത്തിച്ചുകൊണ്ട് പടർന്ന് വെള്ളം പറന്നിട്ടും ഇതില് തീയാണ്. ഉമ്മ അത്ര പെട്ടെന്ന് സിനിമകളിലൊക്കെ കഴിഞ്ഞു വന്നാ എന്താ പോന്ന്? ഒന്നുമില്ലേ? എന്താ എന്റെ കണ്ണും പുറക്കെ അങ്ങനെ ചോദിക്കണ്? എന്താ ഉണ്ടായി? അതെ, ഓളമ്മ TV ഒക്കെ ഓഫ് ആക്കിച്ച് ഞാൻ ചെന്നപ്പോ. പിന്നെ ഓളോട് പറയണ വൃത്തിയും വെറുപ്പും ഇല്ലാത്ത ആൾക്കാരെന്തിനാണ് അകത്ത് കയറ്റിയിരിക്കണ്, ഇട്ടെടുക്കാൻ പോലും ഒരു ഡ്രസ്സും കൂടി ഇല്ലാത്ത ആൾക്കാരാണ്, ഈ ആൾക്കാരൊന്നും പെരന്റെ ഉള്ളിൽ കയറ്റരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞല്ലേ എന്നിട്ട് ഓളെ കൊറേ ചീത്ത പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുന്ന അവിടുന്ന്. ഇമ്മ എന്നോട് പറഞ്ഞില്ലേ ഇജ്ജ് എന്തിനാണ് പോയത്? ഞാൻ എന്നോട് പറഞ്ഞിക്കണ ആദ്യം തന്നെ ഓൽക്ക് അതൊന്നും ഇഷ്ടമല്ലാന്ന്. ഓലൊക്കെ നല്ല പൈസ ഉള്ള ആൾക്കാരല്ലേ. നമ്മക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇട്ടെടുക്കാൻ അടക്കം ഒരു തുണിയും കുപ്പായും ഇല്ലാത്ത ആൾക്കാരാ നമ്മള്. എന്റെ കുട്ടിയാണ് പോകണ്ടുണ്ടായിരുന്നില്ല. ഞാൻ ആവും പാടും എന്നോട് പറഞ്ഞിക്കണ് പോവണ്ടെന്നുള്ളത്. ഇജ്ജ് കേക്കാതെ പോയതല്ലേ. ഓള് വിളിച്ചപ്പോ അങ്ങനെ പോയതാണ് ഉമ്മ. ഇപ്പൊ എന്തോ പോലായി. ഉമ്മ പറഞ്ഞ് കേക്കാതെ പോയതുകൊണ്ട് ഇക്കാരം. ഇനി എന്തായാലും ഉമ്മാക്ക് ഒരു കുറി കിട്ടാണ്ട്, അപ്പൊ നമുക്കൊരു TV നമുക്ക് വാങ്ങാം. അതുകൊണ്ട് പിന്നെ ഞാൻ അനക്ക് ഓർക്ക് പോവൊന്നും വേണ്ടല്ലോ. ഇപ്പൊ ക്ലാസ് ചെയ്യാനാവും തുടങ്ങിയല്ലോ. ഇജ്ജ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും വേണ്ട. ഉമ്മ ഒരു TV വാങ്ങിത്തരാം. അപ്പൊ TVക്ക് ഇത്ര വലിയ പൈസ ഒന്നും വേണ്ട. ഇപ്പൊ ഉണ്ടെങ്കിക്ക് ഇങ്ങനൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ അമ്മ? അന്റെ ഇപ്പ ഉണ്ടായിരുന്ന അന്ന് ഇമ്മ ഇങ്ങനെ കിടന്ന് അനുഭവിച്ചിരുന്നു. അന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടായിരുന്നില്ല. വാടകക്കാണ് നമ്മൾ നിന്നിരുന്നത്. പിന്നെ ഞാൻ നയിച്ചിട്ടാണ് ഈ ഒരു പെരങ്കി ഈ പെര ഉണ്ടായത്. അന്റെ ഉപ്പാനെ കൊണ്ടൊന്നും യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. കള്ളും കഞ്ചാവും വലിച്ചെങ്ങാണ്ട് വേഗമാണ് മരിച്ചുപോയി. അത്ര തന്നെ. ഞാൻ ആലോചിക്കുമ്പോ വേഗം മരിച്ചതന്നെ നന്നായുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെര ഉണ്ടാവൂല എന്റെ കുട്ടിക്കൊന്ന് കെടുക്കാൻ. നാട്ടിക്ക് അറിയണ്ട. ഞാൻ പൊയ്ക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാണ്ട് പോവുകയും ചെയ്യരുതിട്ടാ. ഓള് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പെരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വർത്താനം പറ, അല്ലെങ്കിൽ പുറത്തിരുന്ന് വർത്താനം പറയൊക്കെ ചെയ്തോളുണ്ട്. അതിനുള്ളിൽ ഇനി കയറണ്ട. പാവാണ് എന്റെ കുട്ടി. അതിന് നല്ല സങ്കടമായിട്ടുണ്ടാവും മൂത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോ. പെണ്ണ് പറഞ്ഞതിൽ ഇപ്പൊ കാര്യമുണ്ട്. അയൽവാസികളായിട്ട് ഇരിക്കണ ഞങ്ങളല്ലാതെ പോലെ ആരെ സഹായിക്കാനുള്ളത്? പാപ്പമില്ലാത്തല്ലേ. ഞാനാണെങ്കിൽ ഒന്നും ചിന്തിക്കാതാണ് പാലം ചെയ്ത്. ഞാനപ്പൊ എന്റെ നാണക്കേട് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ആ കുട്ടിക്ക് ഇപ്പൊ അത് സങ്കടമായിട്ടല്ലേ ഇപ്പൊ ഇവിടുന്ന് നീച്ചു പോയിട്ടുണ്ടാവുക. എന്തായാലും വേണ്ടില്ല, അതിന്റെ അടുത്തൊന്ന് പോയാക്കട്ടെ. പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരാ. ഇനിയിപ്പൊ പെണ്ണിനാവും ഒരു വിഷമം വേണ്ട. വാണ്ടിണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കാരണക്കാരി. എന്റെ ഉമ്മ അപ്പോഴും എന്നോട് പറഞ്ഞത് പോവണ്ട പോവണ്ട. ഞാൻ കേക്കാതെ പോയതല്ലേ. മോളെ ഈ എന്തെങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കണത്? നീ ചേർന്നിട്ട് ആ ചായ എന്തേലും കുടിച്ചോക്കെ. ഒന്നും കുടിച്ചിട്ടില്ലല്ലോ ഈ നേരം വരായിട്ടോ. മോളെ
അനക്ക് സങ്കടം അയക്കണെന്ന് എനിക്ക് മനസ്സിലായിക്കണ്. ഞാൻ എപ്പളേ ഓരോരോ ചിന്തയിലായിരുന്നടി. അത് കാരണാണ് ഈ എന്നോട് ക്ഷമിക്കട്ടോ. ഞാന് അറിയാതെ പറ്റിയതാണ്. എനിക്കിപ്പ എന്നോട് എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇജ്ജ് എന്നോട് ക്ഷമിച്ചാളാ. എന്താ നിങ്ങളൊന്നും ഉണ്ടാത്ത്? ഞാനെന്ത് പറയാനാ? ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ അത്ര പൈസയും മുതലൊന്നും ഇല്ലല്ലോ. ഞങ്ങള് പാവങ്ങളല്ലേ. അതുകൊണ്ട് ഞങ്ങക്ക് നാട്ടിലൊരു വിലയില്ല, ഒന്നുമില്ല. നിങ്ങളൊക്കെ പറഞ്ഞ കേട്ടിക്കല്ലാതെ ഇപ്പൊ എന്താ നിങ്ങള് കാട്ടുക? സാരില്ല. എന്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ്. എന്റെ മകള് വേണ്ടി വന്നേക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാന്. പണ്ടത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഓർക്കലൊന്നുമില്ല. അതുകൊണ്ട് പറ്റി പോയതാണ്. എന്നോട് ക്ഷമിക്ക് നിങ്ങൾ എന്തായാലും. ഇജ്ജ് ഞാണ്ട് വന്നോണ്ടോ. നീ ഞാൻ അപ്പത്തെ അതില് പറഞ്ഞു വിചാരിച്ചിട്ട് ഇജ്ജ് വരാതിരിക്കൊന്നും ചെയ്യരുത്. എന്റെ കുട്ടിക്ക് ആകെ ഉള്ളൊരു തോണ ഇജ്ജ് മാത്രമേ ഉള്ളൂ. ഓൾക്ക് ഭയങ്കര വിഷമായിക്കണ് ഞാൻ പറഞ്ഞത്. ഓൾക്ക് കരയണൊക്കെ ഉണ്ട്. ഇജ്ജൊന്നും വിചാരിക്കണ്ട. ഇജ്ജാണ്ട് വരുന്നുണ്ട് കേട്ടോ. എപ്പോ വേണമെങ്കിലും വന്നോണ്ട്. എന്ത് സഹായത്തിന് ജിന്നെ വിളിച്ചോളുണ്ട്. എന്നാ ഞാനാണ്ട് പോട്ടെട്ടാ. ഒന്നും തോന്നില്ല മനസ്സില്. ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെടി. എന്നാ ശരി എന്നാ. കണ്ടില്ലേ എന്റെ അസ്ന എന്ത് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അവളെ അമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. ഇപ്പൊ എനക്ക് സന്തോഷായില്ലേ? ഇനിയിപ്പോ സങ്കടമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരു ചായ എന്തേലും എടുത്ത് കുടിച്ചൂട്.